ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് സ്കൂളിലേക്ക് ഒരു എൻട്രി ഉള്ളത്? എല്ലാവർക്കും വരാം. ഓക്കെ, എന്താണ് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ കുറേ കാലം കൊണ്ടാണ് ഒരു വാല്യൂ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പഠിപ്പ് കഴിഞ്ഞു, പിന്നെ 3 വർഷം ഒരു കമ്പനിയിൽ പോയി, അല്ലെങ്കിൽ 3 വർഷം ഒരു സ്ഥാപനം തുടങ്ങി, പിന്നെ അടുത്തത് തുടങ്ങി, ഇങ്ങനെ ഒരു 50കളിലും 60കളൊക്കെ ആകുമ്പോഴാണ് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ഇത് ഓക്കെ ആയിട്ടുള്ള ഫണ്ട് കിട്ടുന്നത്. ആ സമയത്തല്ല എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അത് യൗവനത്തിലായിരിക്കണം, ചില്ല് ചെയ്യണം. മനസ്സിലായില്ലേ? അത് ചില്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ അനുഭവങ്ങളും എക്സ്പീരിയൻസുകളും ഉണ്ടല്ലോ നേരത്തെ ആക്കിയാൽ മതി. ഇത് നേരത്തെ ആക്കാനുള്ള ഒരു ഇടാണത്. അപ്പൊ ഒരു ഏർലി റിട്ടയർമെന്റ് പ്ലാൻ ആണോ സജസ്റ്റ് ചെയ്യുന്നത്? അതെ, റിട്ടയർമെന്റ് എന്നൊക്കെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് എനിക്കൊരു ഐഡിയ ഇല്ല അതിനെ പറ്റിയിട്ട്. ഞാൻ ആ രൂപത്തിലല്ല കാണുന്നത്. ലൈഫില് അങ്ങനെ റിട്ടയർമെന്റ് ചെയ്യരുത്. കാരണം അങ്ങനെ ആവുമ്പോ നമ്മള് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കി ഇപ്പൊ കാണുന്ന എല്ലാ ചുറുചുറുക്കുള്ള ആളുകൾ ആരാ? രാഷ്ട്രീയക്കാരുണ്ടാവാം, ചിലപ്പോൾ സിനിമാക്കാരുണ്ടാവും. നമ്മുടെ ടീച്ചർമാർ നോക്കിക്കേ, എന്നും ഭയങ്കര യൂത്ത് ആവണില്ലേ? കാരണം അവർ ആ റിട്ടയർമെന്റ് സമയം വരെ അവിടെ ആക്റ്റീവാണ്. അപ്പൊ ആക്റ്റീവായിട്ടിരിക്കണം, റിട്ടയർമെന്റ് പാടില്ല. പകരം ഈ പണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 മണിക്കൂറേ ആവാൻ പാടുള്ളൂ.